നമസ്കാരം. ആരോഗ്യരംഗത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുട്ടികളിലെ വ്യായാമക്കുറവ് വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു സമയമാണ്. കാരണം ഇതുമൂലം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, കുട്ടികളുടെ മാനസികാവസ്ഥയെ ബാധിക്കുന്നു തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികളും പാരൻസും നേരിടുന്നുണ്ട്. കുട്ടികളിലെ വ്യായാമക്കുറവ് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ആരോഗ്യരംഗം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ചെമ്മന്തേട്ട പുനർജനി ആയുർ ക്ലിനിക്കിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ നയന രാജ്. ഡോക്ടർ നമസ്കാരം, ആരോഗ്യരംഗത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഇന്ന് കുട്ടികളുടെ വ്യായാമക്കുറവ് വലിയ തരത്തിലുള്ള ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അത് ആരോഗ്യപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മാനസികപരമായിട്ടാണെങ്കിലും. അപ്പോൾ എന്താണത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു വ്യായാമക്കുറവ് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികളുടെ വ്യായാമത്തിൻ്റെ ഒരു അളവ് വളരെയധികം കുറഞ്ഞു എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. കാരണം നമുക്ക് മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് വിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തിരക്ക് പിടിച്ച് ഓടും കളിക്കാനായിട്ട്. ഇന്ന് അതിൽ നിന്ന് മാറി ക്ലാസ് വിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ മൊബൈൽ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിമിങ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു രീതിയിലാണ് കുട്ടികൾ വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് കുട്ടികൾക്ക് യാതൊരു രീതിയിലുള്ള വ്യായാമം ഇല്ലാതിരിക്കുകയും കുട്ടികളിൽ നമുക്ക് പൊണ്ണത്തടി മുതൽ നമ്മൾ ഹൃദ്രോഗങ്ങൾ വരെ വരാനുള്ള ഒരു സാധ്യത ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് പല രീതിയിലുള്ള നമുക്കറിയാം, ഈവൻ നമുക്ക് ജോയിൻറ്റിലാണെങ്കിൽ പോലും, അതായത് ഒരു 10-20 വയസ്സുള്ള കുട്ടികളടക്കം കാലുവേദന, നടുവേദന പോലുള്ള പ്രശ്നങ്ങളും കൊണ്ടാണ് നമ്മുടെ ക്ലിനിക്കിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആശങ്കയോട് കൂടി തന്നെ ഉറ്റുനോക്കേണ്ട ഒന്നാണ് എന്നുള്ളതാണ് കരുതേണ്ടത്. ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ പൊണ്ണത്തടി പലപ്പോഴും പല പേരൻസും പറയാറുണ്ട്, ഭക്ഷണം അധികം കഴിക്കുന്നില്ലെങ്കിൽ പോലും പൊണ്ണത്തടി കാണുന്നുവെന്ന്. അതേസമയം തന്നെ ഭക്ഷണം ഒരുപാട് കഴിക്കുന്ന കുട്ടികളിലും പൊണ്ണത്തടി കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു നമ്മൾ ഈ ഒരു തടി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, കുട്ടീനെ കാണുന്നതനുസരിച്ചിട്ടാണ് അവരവരുടെ ആ ഒരു തടീനെ വിലയിരുത്തുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരാൾ ഒരു ഹൈറ്റ് ഒരു 5'2" ഉണ്ടാവുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് അവർക്ക് വരാവുന്ന ഒരു വെയിറ്റും അതേപോലെ തന്നെ ഒരു 4'8" ഉള്ള ഒരാൾക്ക് ഉണ്ടാകുന്ന വെയിറ്റും രണ്ടും രണ്ടാണ്. പക്ഷേ നമ്മളിത് ഈ ഒരു രീതിയിലല്ല കാണുക. ആളെ കാണുമ്പോൾ തടിയുണ്ടോ എന്നാൽ ഓക്കെയാണ്, അല്ലെങ്കിൽ തടിച്ചാൽ മാത്രമാണ് ആരോഗ്യമുള്ളൂ, ഉണ്ടവനെ ഊക്കുള്ളൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ഒരു പരിധി വരെ ശരിയാണെങ്കിലും അത് ആരോഗ്യത്തോടെയുള്ള ആഹാരം കഴിക്കുമ്പോഴാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നേരെ മറിച്ച് വെറുതെ ചില കുട്ടികൾക്കെങ്കിലും നമ്മൾ ഉദാഹരണത്തിന്, ഇതൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ തുടങ്ങേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ചെറുപ്പത്തിലാണെങ്കിലും കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം TV ഓൺ ആക്കുക, അല്ലെങ്കിൽ ടാബ് നോക്കിയോ അല്ലെങ്കിൽ മൊബൈൽ നോക്കിയായിരിക്കും കുട്ടികൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓട്ടോമാറ്റിക്കലി അത് കാണാനുള്ള അത്രയും ഒരു ഇതിൽ കുട്ടി എന്താ ചെയ്യുക, അത് നിർത്താതിരിക്കാൻ വേണ്ടി കുട്ടി കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി കുട്ടിക്ക് കഴിക്കേണ്ട ആ ഒരു അളവ് വ്യത്യാസം വന്നു തുടങ്ങി. അപ്പോൾ ആ വന്നൊരു കുട്ടിക്ക് അവർ ഓട്ടോമാറ്റിക്കലി ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അത്ര തന്നെയായിരിക്കും കഴിക്കുന്നത്. മിക്കവാറും നമ്മുടെ ഒരു ക്ലിനിക്കിൽ കുട്ടി കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ കുട്ടീനെ പിന്നീട് എപ്പോഴെങ്കിലും ആ കുട്ടി കഴിക്കുന്ന കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഇതിനാണോ കഴിക്കുന്നില്ല എന്ന് പറയുന്നത് എന്നുള്ളത്. കാരണം നമ്മളാണല്ലോ അളവ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മിക്കവാറും നമ്മുടെ ഒരു നാട്ടിലെ രീതി വെച്ചിട്ട് ചോറാണ് അല്ലെങ്കിൽ അരിയാഹാരമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് മുന്നിട്ട് നിൽക്കുന്നത്. അതായത് ഈ അന്നജം അല്ലെങ്കിൽ നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് നമുക്ക് എനർജി പ്രൊവൈഡേഴ്സാണ്. അതായത് നമ്മുടെ ശരീരത്തിലൊരു എനർജി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഒരിക്കലും അരിയാഹാരം മോശമാണെന്നല്ല, പക്ഷേ ഇതിനെല്ലാത്തിനും ഒരളവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സമീകൃതമായിട്ടുള്ള ആഹാരം കുട്ടികൾക്ക് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ അതിൽ നാരുകൾ വേണം, നമുക്ക് പ്രോട്ടീൻസ് വേണം, എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് അവിടെ കൊടുക്കേണ്ടത്. അതല്ലാതെ വരുമ്പോൾ മിക്കവാറും കുട്ടികൾ ചെറിയ രീതിയിൽ വെയിറ്റ് കൂടാനായിട്ട് തുടങ്ങും. അപ്പോൾ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ബാക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം നോക്കേണ്ടത് കുട്ടിയുടെ ബോഡി മാസ് ഇൻഡെക്സ്, അതായത് നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആണോ ആ കുട്ടി ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അത് കുട്ടികൾക്കാണ് എടുത്തു പറയേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ബർത്ത് വെയിറ്റും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അത് നമ്മളൊരു 11 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ബർത്ത് വെയിറ്റും കൂടി കണക്കാക്കിക്കൊണ്ടാണ് അത് നമ്മൾ കണക്കാക്കുക. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇതൊന്നും നോക്കാതെ മിക്കവാറും കുട്ടികൾ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ടാവും. പിന്നെ ഇത് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ കുട്ടി എത്ര ആഹാരം കുറച്ചാലും വിചാരിച്ച രീതിയിൽ നമ്മുടെ ആ ഒരു അതായത് കുറയ്ക്കാനായിട്ട് പറ്റാറില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ലെപ്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോർമോൺ നമ്മുടെ ശരീരത്തിലുണ്ട്. അത് സെഷീറ്റിംഗ് ഹോർമോണാണ്. അത് നമുക്ക് വയറ് ഫുള്ളായി എന്നൊരു തോന്നൽ ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ കുട്ടികൾ ഒരു സ്റ്റേജ് എത്തി നമ്മൾ തടി കുറയ്ക്കാൻ പറയുകയാണ്. കുട്ടികൾ കുറയ്ക്കാൻ നോക്കുന്നതോടുകൂടി അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൂടി വരും. നമ്മൾ എത്ര കൺട്രോൾ ചെയ്യുന്നോ അത്രയധികം കുട്ടി കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ പറയും അത് അഹമ്മദിയാണ്, അല്ലെങ്കിൽ കഴിക്കാൻ എത്ര പറഞ്ഞാലും കേൾക്കില്ല. പിന്നെ നമ്മൾ കുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യമില്ല. കാരണം ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു.
അവരുടെ ബോഡിയുടെ ഉണ്ടാകുന്ന ഒരു മെക്കാനിസമാണ്. അതായത് അവർ എത്രത്തോളം കുറയ്ക്കാൻ നോക്കുന്നു അത്രത്തോളം നമ്മുടെ ശരീരത്തിന് മെറ്റബോളിസം കൂടി വരും. മെറ്റബോളിസം എന്ന് പറയുന്നത് നമ്മുടെ ദഹന പ്രക്രിയ കുറച്ചും കൂടി ഫാസ്റ്റനാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് വിശപ്പ് ഉണ്ടായി തുടങ്ങും. അപ്പം അങ്ങനെ വിശപ്പ് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പം അത് നമ്മൾ എന്താ കരുതേണ്ടത്, അതിന് പകരമായിട്ട് നമ്മൾ ഈ കൊടുക്കുന്ന ആഹാരത്തിന് പകരമായിട്ട് നമുക്ക് കുട്ടിക്ക് ആ ഒരു ക്ഷീണം ഉണ്ടാവാതിരിക്കും വേണം. അതോടൊപ്പം തന്നെ കുട്ടിക്ക് നമുക്ക് വയറ് ഫുള്ളായി എന്നുള്ളൊരു ഇത് ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള സമീകൃതമായിട്ടുള്ള ആഹാരം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതിൽ ഏറ്റവും ഒരു ഉദാഹരണമാണ് നമ്മൾ ചെറുപയർ മുളപ്പിച്ചത്. നമുക്ക് പെട്ടെന്ന് തന്നെ വയറ് ഫുള്ളായി തോന്നുകയും ചെയ്യും. എന്നാൽ അതുകൊണ്ട് ഒരിക്കലും കുട്ടിയുടെ ആ ഒരു തടി കൂടാനുള്ളൊരു കാരണമാവുന്നില്ല. മാത്രമല്ല അതിൽ ധാരാളം പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. അപ്പോൾ ഈ പ്രോട്ടീൻസിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾനെസ് പെട്ടെന്ന് ഉണ്ടാക്കും. എന്നിരുന്നാൽ പോലും അത് അമിതവണ്ണത്തിലേക്ക് എത്തിക്കാറില്ല. പകരം അത് നമ്മുടെ മസിൽ ഗ്രോത്തിനാണ് ഈ ഒരു പ്രോട്ടീൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ പൊണ്ണത്തടി മൂലം പിന്നീടാണ് നമുക്ക് അറിയാം, നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് അതായത് ചെറുപ്പത്തിൽ തന്നെ ഹൃദ്രോഗം വന്നിട്ടുള്ള, കാരണം കൺജനൈറ്റൽ ആയിട്ടുള്ള ഹാർട്ട് ഡിസോർഡർ എന്ന് പറയുന്നത് ജന്മന ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത് നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല. അത് അവരുടെ ഭക്ഷണവും ഇതായിട്ട് യാതൊരു ബന്ധമില്ല. അത് ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെയാണെന്ന് വേണം കരുതാൻ. പക്ഷേ ഇതല്ലാതെ വരുന്ന പിന്നീടുണ്ടാകുന്ന ഹൃദ്രോഗങ്ങളിൽ ഒരു പരിധി വരെ നമ്മുടെ ഭക്ഷണശീലങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാരണം എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ ഇപ്പോൾ കുട്ടികളിൽ കാലുവേദന, കൈവേദന അതൊക്കെ വളരെ കൂടുതലാണ്. ചെറിയ കുട്ടികൾ പോലും ഇപ്പോൾ ഒരു 5 or 6 വയസ്സായ കുട്ടികൾ പോലും പറയുന്നുണ്ട് കാല് വേദനിക്കുന്നുണ്ട്, കൈ വേദനിക്കുന്നുള്ളത്. അത് എന്തുകൊണ്ടാവാം ഡോക്ടർ? എന്നുവെച്ചാൽ അവർ ഒരുപാട് വ്യായാമം ചെയ്തിട്ടുമല്ല. അതെ, അങ്ങനെ ഒരു അത് കൂടുതൽ വ്യായാമം ചെയ്യിക്കണോ അങ്ങനത്തെ കുട്ടികളെ കൊണ്ട്? നമ്മൾ ഇവിടെ ഇപ്പോൾ നേരത്തെ രമി ചോദിച്ച ചോദ്യത്തിൽ തന്നെ പൊണ്ണത്തടി, ഈ പൊണ്ണത്തടി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് അമിതമായിട്ടുള്ള ഭാരമാണ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ പ്രായത്തിലും കുട്ടികൾക്ക് ഉണ്ടാവേണ്ട വളർച്ചയുടെ ഒരു ഘട്ടമുണ്ട്. അതാണ് മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ആ ഒരു പ്രായത്തിൽ കുട്ടിക്ക് വേണ്ട വെയിറ്റിനേക്കാൾ കൂടുതലാണ് ആ കുട്ടിക്കുള്ള ശരീരഭാരം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ആ ജോയിൻറ്റുകളിൽ, അതായത് സന്ധികളിൽ ചെലുത്തുന്ന ആ ഒരു പ്രഷർ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കാലുവേദന, മുട്ടുവേദന, നടുവേദന പോലുള്ള ബുദ്ധിമുട്ടുകൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ വരുന്ന കുട്ടികൾക്ക് സഡൻലി അവരെ കൊണ്ട് വ്യായാമം ചെയ്യിക്കുക എന്നുള്ളതല്ല അവിടെ വേണ്ടത്. കാരണം പിന്നെയും ആ പ്രഷർ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ആദ്യം തന്നെ അവരുടെ ഒരു ഭക്ഷണശീലങ്ങളിൽ മാറ്റം വരുത്തുകയും സിമ്പിളായിട്ടുള്ള, കാരണം ഇതുവരെ എക്സസൈസ് ചെയ്യാത്തൊരു കുട്ടിയെ കൊണ്ട് എന്നാൽ ശരി ഇന്ന് തൊട്ട് എക്സസൈസ് ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞ് 1 മണിക്കൂർ ചെയ്യിപ്പിക്കുകയല്ല വേണ്ടത്. നേരെ മറിച്ച് ഓക്കെ ഇതുവരെ ചെയ്തില്ല, അത് നമുക്ക് അവിടെ കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യാം അതല്ലേ നമ്മൾ നോക്കേണ്ടത്. പകരം നമ്മളെന്നാൽ ശരി ഇന്ന് തൊട്ടിട്ട് നമ്മൾ കാര്യമായിട്ടുള്ള എക്സസൈസ് നിർബന്ധമാണ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള. ചില കുട്ടികളുടെ അമ്മമാർ കാണാറുണ്ട്, അതേ അമ്മ തന്നെ നമ്മൾ കുട്ടി കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന അമ്മ പിന്നീട് തടി കൂടി എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് കുട്ടിക്ക് വിളർച്ച പോലുള്ള ബുദ്ധിമുട്ടുകളും അമിതമായിട്ടുള്ള ക്ഷീണമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് നമ്മൾ തുടക്കം മുതലുള്ള ശീലങ്ങളാണല്ലോ അവിടെ ആദ്യം കൺട്രോൾ ചെയ്യേണ്ടത്. ഇനി അതല്ല, നമ്മൾ ഈ ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ബോഡിക്ക് ആ ഒരു ടോണിങ് ആയി തുടങ്ങിയാൽ മാത്രമാണ് നമ്മൾ അതിൻ്റെ ടൈമിങ് കൂട്ടാനായിട്ട് പാടുള്ളൂ. അത് കുട്ടികൾക്കാകട്ടെ മുതിർന്നവർക്കാകട്ടെ. നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2-3 ദിവസങ്ങൾ നമ്മൾ മാക്സിമം ഒരു 10 മിനിറ്റൊക്കെ നമ്മൾ എക്സസൈസ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമുക്ക് കുറച്ചും കൂടിയൊക്കെ നടക്കാം എന്ന് നമ്മുടെ ബോഡി തന്നെ പറയാൻ തുടങ്ങും. അപ്പം നമുക്കൊരു 15 മിനിറ്റ്സ് ആക്കാം, 20 ആക്കാം. അപ്പം അങ്ങനെ നമുക്ക് ശരിക്ക് കുട്ടികളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മിനിമം ഒരു 60 മിനിറ്റെങ്കിലും ശരീര വ്യായാമം വേണം എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പക്ഷെ അതിൽ പോയിട്ട് നമ്മൾ ഇതൊക്കെ ഞാൻ പറഞ്ഞതുപോലെ മുമ്പ് എന്ന് പറഞ്ഞാൽ വ്യായാമം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ലെങ്കിൽ പോലും മിക്ക കുട്ടികളും ആക്റ്റീവായിരുന്നു. കളിക്കാൻ വേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിരുന്നു. 1 മണിക്കൂറിനേക്കാൾ കൂടുതൽ തന്നെയായിരുന്നു അല്ലേ. നമുക്ക് ഒരിക്കലും അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് ഒതുങ്ങിയിരിക്കൂ എന്ന് പറയേണ്ട അടുത്ത് ഒന്ന് പോയി കളിക്കൂ എന്ന് പറയേണ്ട അവസ്ഥയാണ്. അപ്പൊ അത് തുടക്കത്തിലെ നമ്മളായിട്ട് സൃഷ്ടിച്ചൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് അതവിടെ വിടാം. പക്ഷെ ഇനിയെങ്കിലും കുട്ടീനെ എങ്ങനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം, വ്യായാമം എങ്ങനെ ഒരു നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാം, ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങുന്ന ശീലമാണ് അല്ലേ. നമ്മൾ അച്ഛനും അമ്മയും എക്സസൈസ് ചെയ്യുന്ന നമുക്കേ അറിയില്ല വ്യായാമത്തിന്റെ പ്രസക്തി. പിന്നെ എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുക? അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ തലത്തിലെങ്കിലും ഈ ഒരു വ്യായാമത്തിന്റെ പ്രാധാന്യം കണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ. നമുക്ക് എല്ലാവർക്കും PT പീരീഡ് ഉണ്ടായിരുന്നു. ഇന്നത്തെ ആ ഒരു സാഹചര്യം ഒരുപാട് മാറിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും എൻ്റെ ഒരു ഓർമ്മയിൽ ഇന്നേ വരെ PT ക്ലാസ്സിലൊരു സാറ് വരികയോ നമ്മളെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിക്കുകയോ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ, ഇന്ന് ഒരുപാട് സ്കൂളുകൾ മാറ്റങ്ങൾ വന്നു. എന്നിരുന്നാൽ പോലും ഇല്ലാത്ത സ്കൂളുകളും ഇന്നും ഉണ്ട്.
കാരണം ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള സിലബസ് ഏതെങ്കിലും തീർക്കാനായിട്ട് ടീച്ചേഴ്സ് കയറി വരും, അല്ലെങ്കിൽ ഇതെടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ നമുക്ക് കുട്ടികൾക്കും തോന്നുകയാണ് അതിനത്ര വലിയൊരു പ്രാധാന്യം ഇല്ല, അപ്പം പിന്നെ നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളൊരിതാണ്. അത് നമ്മൾ ഡിജിറ്റൽ യുഗത്തിലേക്കാണ് എല്ലാവരും മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ തന്നെ നമുക്ക് വ്യായാമത്തിൻ്റെ ഒരു പ്രസക്തി തീരെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിതിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ തുടങ്ങി വയ്ക്കുക. അത് നമുക്ക് ആ ഒരു വീട്ടിൽ തന്നെ ആ ഒരു ശീലം, ഓക്കെ രാവിലെ എഴുന്നേൽക്കുക, ഇത്രയും നേരമെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുക എന്നുള്ളൊരു രീതിയാക്കുക. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് എപ്പോഴും പറയാറുള്ള ഒരു ബേസിക് ആയിട്ടുള്ള നമ്മൾ സ്ട്രെങ്തനിങ് എക്സസൈസുകളാണ് പറയാറുള്ളത്. കാരണം കുട്ടികളെ സംബന്ധിച്ച് അവർ വളർന്നു വരുന്ന പ്രായമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ നമ്മുടെ ഗ്രോത്ത് ഫാക്ടറിനെ, അതായത് നമ്മുടെ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ, ഇത് കൃത്യമായിട്ട് നിലനിർത്തി കൊണ്ടുപോകുന്നെങ്കിൽ കുട്ടികൾ ആക്റ്റീവായിരിക്കണം. അതല്ലാത്തിടത്തോളം അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ആവട്ടെ, അവരുടെ ബോൺ ഡെവലപ്മെൻ്റ് ആവട്ടെ, ജോയിൻസ്, ഇതെല്ലാത്തിനും ആ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റോൺസ് കംപ്ലീറ്റ് ആയിരിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നേരത്തെയുള്ള ഡീജനറേറ്റീവ് ആയിട്ടുള്ള കണ്ടീഷൻസ്, നമ്മളൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ MRI നോക്കുകയാണ്. ഒരാളുടെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നൊരു MRI നോക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക അവർക്ക് മിക്കവാറും L4 L5 എന്തെങ്കിലും ഡിസ്ക് പ്രൊലാപ്സോ ഡിസ്ക് ബൾജോ, അതല്ലാന്നുണ്ടെങ്കിൽ ഡീജനറേറ്റീവ് ചേഞ്ചസ് സാധാരണഗതിയിൽ എപ്പോഴാണ് ഉണ്ടാവുക? ഒരാൾക്ക് 60 വയസ്സിന് മുകളിലായിക്കഴിഞ്ഞാൽ അവരുടെ ശരീരം പ്രായമായി എന്ന് കാണിച്ചു തുടങ്ങുമ്പോൾ ഒരു ആദ്യത്തെ ലക്ഷണമാണ് ഡീജനറേഷൻ. അതായത് നമ്മൾ നല്ല രീതിയിലുണ്ടായിരുന്ന ഒരു എല്ല് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഓട്ടകൾ വരികയോ അതിൽ കാൽഷ്യം ഡെപ്പോസിഷൻ കുറഞ്ഞു വരികയോ ഒക്കെ ചെയ്യുമ്പോൾ എല്ല് പെട്ടെന്ന് ബ്രിട്ടിലാവും, അതായത് പൊട്ടിപ്പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാവുക. ഇതൊക്കെയാണ് ഡീജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മളൊരു 20ഓ 25ഓ അല്ലെങ്കിൽ 30ഓ വയസ്സിനുള്ളിൽ തന്നെ ഇന്നത് കാണണമെങ്കിൽ എത്രമാത്രം നമ്മുടെ ഭക്ഷണ രീതികളും നമ്മുടെ ജീവിത രീതികളിലും മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ ശരിയാണ് നമ്മുടെ ലൈഫ് സ്പാൻ കൂടി, പക്ഷേ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതിനേക്കാൾ എത്ര കാലം ആരോഗ്യത്തോടെ ജീവിക്കുന്നു എന്നുള്ളതും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ. പക്ഷെ അതിനാരും അത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ, അതായത് കുട്ടികളായിരിക്കുമ്പോൾ മുതൽ ഈ ഒരു വ്യായാമത്തിൻ്റെ പ്രസക്തി കുട്ടികൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് മുതിർന്നവർക്കും സാധിക്കണം. എന്നാൽ മാത്രമേ അതൊരു കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയുകയാണ്, ചിലപ്പോൾ 2 or 3 ദിവസം കുട്ടി ചിലപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള എക്സസൈസ് നമ്മളെ കാണിക്കാൻ ചെയ്യായിരിക്കും, സ്റ്റോപ്പ് ചെയ്യും. അത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് അവർ സ്റ്റോപ്പ് ചെയ്യും. കാരണം അവർക്ക് അതിന് ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഫേസ് മാസ്ക് നമ്മളും യൂസ് ചെയ്യാൻ തുടങ്ങിയത് കോവിഡിൻ്റെ സമയത്ത്? കാരണം എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതെന്തോ പ്രശ്നമുണ്ട്, നമുക്ക് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അത്രമാത്രം ഇന്ന് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹൃദ്രോഗം മുതൽ നമ്മൾ ഡയബറ്റീസ് വരെ. മുമ്പ് നമുക്ക് ഡയബറ്റീസ് ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നത് നമ്മുടെ പാരമ്പര്യമായിട്ട് ജനിതകമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അതല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ നമ്മൾ വരുത്തി വയ്ക്കുന്നതാണ്. നമ്മുടെ ജീവിത രീതികൾ, നമ്മുടെ ഭക്ഷണ രീതികൾ, നമ്മുടെ ഉറക്കക്കുറവ്, ഇതൊക്കെ കൊണ്ടാണ് ഉണ്ടാകുന്നത്. കുട്ടികൾക്ക് വരെ ഇന്ന് ഉറക്കക്കുറവ് എന്നുള്ളൊരു പ്രശ്നമായിട്ട് വരാറുണ്ട്. എന്തുകൊണ്ടാണ് ആ ഒരു ഉറക്കക്കുറവ് വരുന്നത് എന്നുള്ളത് നമ്മൾ ആരും കൃത്യമായി ശ്രദ്ധിക്കാറില്ല. മിക്കവാറും ഇങ്ങനെയുള്ള കുട്ടികൾ വരുമ്പോൾ നമ്മൾ അവരുടെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തെടുത്ത് ചോദിക്കുമ്പോഴാണ് അച്ഛനും അമ്മയും ഉറങ്ങിക്കഴിയുമ്പോഴാണ് എനിക്ക് ഫോൺ കിട്ടുക. അപ്പം അതുവരെ കുട്ടി, കാരണം അത്രയധികം കുട്ടിയുടെ ഇൻട്രസ്റ്റ് മുഴുവൻ കിടക്കുന്നത് ഫോണിൽ, ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ടാണ്, റീൽസ് കാണാനോ അല്ലെങ്കിൽ റീൽസ് എടുക്കാനോ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു പരിധി വരെ, ഒരു പ്രായം വരെ നമ്മളും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കും. കാരണം നമ്മുടെ കുട്ടിയും ഒരു സെലിബ്രിറ്റി ആയി മാറട്ടെ എന്നുള്ള ഒരു തോന്നലായിരിക്കും. പക്ഷേ ഇതൊരു പരിധി കൂടുതൽ ഈ ഒരു ഉപയോഗം വരുമ്പോൾ, സ്ക്രീൻ ടൈം കൂടുമ്പോൾ കുട്ടികൾക്ക് അമിതമായിട്ടൊരു ആസക്തി അതിനോട് വരികയാണ്. അതായത് നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് നമുക്ക് അതിലേക്ക് കിടക്കണം. അതായത് ആ ഒരു അമിതമായിട്ടുള്ള ആസക്തി പലപ്പോഴും അപകടങ്ങളിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ ഒരുപാട് നേരം വൈകിയുള്ള ഉറക്കം, അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ ഒബ്വിയസ്ലി അവർക്ക് സ്കൂളിലേക്ക് പോകണം. അപ്പോൾ ആ തിരക്ക് പിടിച്ച് അവർ എഴുന്നേൽക്കും. ഇപ്പോൾ ഇവിടെ അവർക്ക് കൃത്യമായിട്ടൊരു ഉറക്കം കിട്ടുന്നില്ല. കുട്ടികൾക്ക് 7 മുതൽ 8 മണിക്കൂർ വരെയുള്ള ഉറക്കം അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ബ്രെയിൻ ഫങ്ഷൻസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉറക്കം കൃത്യമായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ വളരെ വളരെ സാരമായിട്ട് ബാധിക്കുന്നതിനുള്ളൊരു കാരണമാണ്. അപ്പോൾ നല്ല ഉറക്കം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ബോഡി ആക്റ്റീവായിരിക്കണം. ബോഡി ആക്റ്റീവായിട്ടുള്ള ഒരാൾക്കേ നല്ല രീതിയിൽ നമുക്കൊന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. അതല്ലാത്ത പക്ഷം നമ്മൾ ഫുൾ ടൈം ഇരിക്കുകയാണ്, നമുക്ക് പ്രത്യേകിച്ച് ഒരു ജോലികളില്ല. പിന്നെ നമ്മൾ കാണുന്നതോ ഈ ബ്ലൂ സ്ക്രീനാണ്. നമ്മൾ എത്രയൊക്കെ സെറ്റിങ്സ് നമ്മുടെ മൊബൈലിൽ വന്നാൽ പോലും ഇത് ഒരു രീതിയിൽ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. കണ്ണുകളുടെ വെളിച്ചം ഇങ്ങനെ മാറി മറിഞ്ഞു വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ അത് ഉറക്കത്തിൻ്റെ ഒരു തീവ്രത, അതായത് നമ്മൾ എത്ര നേരം ഉറങ്ങുന്നു എന്നുള്ളതിനേക്കാൾ എത്ര സമയം നന്നായിട്ട് ഉറങ്ങുന്നു, അതായത് ക്വാളിറ്റി ഓഫ് സ്ലീപ്പാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇങ്ങനെയുള്ള ഇപ്പോൾ ഒരു വീഡിയോ കണ്ട് കിടക്കുകയാണ്, നമ്മൾ ഒബ്വിയസ്ലി നമ്മുടെ ഉറക്കത്തിനെ അത് സ്വാധീനിക്കും.
നമ്മൾ കാണുന്ന സ്വപ്നങ്ങളിൽ വരെ ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും, ദൃശ്യങ്ങളായിരിക്കും. കാരണം ഇങ്ങനെ ഒരുപാട് കളേഴ്സ് ഇങ്ങനെ മാറി മറിഞ്ഞു വരികയാണ്. ഇത് അവരുടെ ഉറക്കത്തിന്റെ തീവ്രതയെ കുറയ്ക്കുകയും അത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ വളരെ മോശമായിട്ട് ബാധിക്കും. മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഇത് ഭാവിയിൽ മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇതോടൊപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിരോധ ശക്തി ഇല്ലാതാക്കുന്നതിനും പെട്ടെന്ന് തന്നെ അടുത്ത അസുഖങ്ങൾ വരുന്നതിനൊക്കെ ഒരു കാരണമാവുന്നുണ്ട്. ഇപ്പോൾ വ്യായാമക്കുറവ് ഏറ്റവും കൂടുതൽ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഒന്നാണ് മെൻ്റൽ സ്ട്രെസ്സ്. എനിക്ക് തോന്നുന്നു കുട്ടികൾ വളരെ ചെറിയ കുട്ടികൾ തന്നെ, ഇപ്പോൾ 4 പഠിക്കുന്ന കുട്ടികളായാലും അല്ലെങ്കിൽ 10 പഠിക്കുന്ന കുട്ടികളായാലും സൂയിസൈഡ് അറ്റംപ്റ്റ് കൂടുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയധികം മാനസിക സംഘർഷം കുട്ടികളിൽ ഉണ്ടാകുന്നു എന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ കുട്ടികൾക്ക് മാനസിക സംഘർഷം വരുന്നത് എന്നതും വലിയൊരു ചോദ്യമാണ്. ഇപ്പോൾ സ്കൂളുകളിലെല്ലാം തന്നെ സൂംബ ഡാൻസ് നിർബന്ധമാക്കുന്നു. ഇനി തോന്നുന്നു കുട്ടികളുടെ വ്യായാമശീലം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് സ്കൂൾ തലം മുതൽ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു പാഠ്യേതര വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം നമ്മുടെ വ്യായാമത്തിന് കുട്ടികളിൽ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ വ്യായാമക്കുറവ് തന്നെയല്ലേ ഈ മാനസിക സംഘർഷങ്ങളിലേക്ക് കുട്ടികളിൽ എത്തിക്കുന്ന വലിയൊരു കാരണം? ഒരു പരിധി വരെ നമ്മുടെ മാനസിക സംഘർഷങ്ങൾ, നമ്മളൊരു മെന്റൽ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഒരു സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്നതാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. ഈ കോർട്ടിസോളിൻ്റെ ഒരു അളവ് നമ്മൾ കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുന്ന ആളുകളിൽ ഇത് കൃത്യമായിട്ട് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു സ്ട്രെസ്സ് എല്ലാവർക്കും വേണം അല്ലേ? ഇപ്പോൾ ഒരു പോസിറ്റീവ് സ്ട്രെസ്സും നെഗറ്റീവ് സ്ട്രെസ്സും രണ്ടും രണ്ട് രീതിയിൽ വേണം നമ്മൾ കാണാൻ. ഒരു കുട്ടി എക്സാമിൻ്റെ സമയത്ത് ഒരു ടെൻഷനും ഇല്ലാത്തൊരു കുട്ടിയാണെന്ന് വിചാരിക്കാം, പഠിക്കാനുള്ള ആ ഒരു ചിന്ത ആ കുട്ടിക്ക് ഉണ്ടാവില്ല. കാരണം ഒരു രീതിയിലും ആ ഒരു ടെൻഷൻ വരുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഭാവിയെ പറ്റി പോലും ഒരു രീതിയിലും ആശങ്കയില്ലാത്ത കുട്ടികൾക്കാണ് അങ്ങനെ ഒരു ഇത് ഉണ്ടാവുക. പക്ഷെ ആ ഒരു സാഹചര്യം നമ്മൾ എപ്പോഴും പറയും ഒരു പോസിറ്റീവ് സ്ട്രെസ്സ് വേണം. അതായത് നമുക്ക് പോസിറ്റീവ് സ്ട്രെസ്സാണ് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം. അതില്ലാതിരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അതാണ് ഞാൻ പറയുന്നത്, ഈ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ ബാലൻസിങ് ആണ് അവിടെ വേണ്ടത്. അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വ്യായാമം. നമ്മൾ എത്രമാത്രം വ്യായാമം ചെയ്യുന്നു അത് നമ്മുടെ ഡിപ്രഷനുള്ള സാധ്യത കുറയ്ക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇപ്പം നമ്മൾ കുട്ടികളെ നോക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും കുട്ടികൾക്ക് ഇപ്പം എന്തിനാണ് ഡിപ്രഷൻ, അല്ലെങ്കിൽ അവർക്ക് എന്താ അത്ര അധികം ടെൻഷൻ. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ മാറി, കുട്ടികളുടെ ഇടപെടലുകൾ മാറി, അവർ ഒരാളോട് പെരുമാറുന്ന രീതി അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന ഭാഷ, ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ സംസാരിക്കുന്നതിനേക്കാൾ മെച്ചുവേർഡായിട്ട് ചില കുട്ടികൾ പെരുമാറുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് അവർ ആ ഒരു രീതിയിലേക്ക് മാറുന്നത്, അല്ലെങ്കിൽ അവർ കാണുന്ന സാമൂഹിക മാധ്യമങ്ങളിലെ മാറ്റങ്ങളാണ് കുട്ടികളെ കൊണ്ട് ആ ഒരു രീതിയിൽ സംസാരിപ്പിക്കുന്നത്. ഇവൻ നമ്മുടെ കാർട്ടൂണിൽ പോലും സംസാര രീതി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. എന്തിനാണ് കുട്ടികളെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരു കാർട്ടൂണിൽ കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ നമ്മുടെ മാതാപിതാക്കൾക്ക് കൃത്യമായിട്ടുള്ള സ്ക്രീൻ ടൈം കൊടുക്കാനോ കുട്ടികളെ ഏത് കാണണം ഏത് കാണരുത് എന്ന് കൃത്യമായിട്ട് നിശ്ചയിക്കാനോ അവർക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെ അത് ഓൾറെഡി ആ സ്റ്റേജ് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇനി എങ്ങനെയൊക്കെയാണ് ഒരു മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഇത് മാത്രമല്ല, വ്യായാമം ഒരു ഫാക്ടറാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. എന്നിരുന്നാൽ പോലും അതോടൊപ്പം തന്നെ നമ്മൾ ശീലിക്കേണ്ട മറ്റുള്ള ഒരുപാട് കാര്യങ്ങളും അതോടൊപ്പം ഉണ്ട്. പക്ഷേ നമ്മളൊരു എക്സസൈസ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു വ്യായാമം ചെയ്യുന്ന കുട്ടികൾക്ക് നമുക്ക് ഒരു ഉന്മേഷം ഉണ്ടാക്കുന്നതിനും, അതുപോലെ തന്നെ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുമല്ലോ, ഈ ഒരു കുട്ടികൾ എന്ന് പറയുന്നത് എല്ലാവരും സ്റ്റുഡൻസാണ്. ആ ഒരു സമയത്ത് അവർക്ക് ശ്രദ്ധക്കുറവ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, ഏതെങ്കിലും വിധേനയുള്ള പഠന വൈകല്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഈ ഒരു എക്സസൈസ് കൊണ്ട് തന്നെ ഒരു പരിധി വരെ നമുക്കത് കുറയ്ക്കാനായിട്ട് സഹായിക്കാറുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഗ്രോത്ത് ഹോർമോൺസ് ആവട്ടെ, അല്ലെങ്കിൽ ബ്രെയിനിലേക്ക് ഉണ്ടാവുന്ന സെക്രീഷൻസ് ആവട്ടെ, എല്ലാ കെമിക്കൽ പാസിങ്ങും എല്ലാം കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ബോഡി അറിയുകയാണ്, ആക്റ്റീവായിട്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണത്തിന് നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോഴാണോ അല്ലെങ്കിൽ അലേർട്ടായിട്ടിരിക്കുമ്പോഴാണോ കാര്യങ്ങളോട് കൃത്യമായി പ്രതികരിക്കുക? ഉറപ്പായിട്ട് നമ്മൾ ഉണർന്നിരിക്കുമ്പോഴായിരിക്കും. അങ്ങനെ ഉണർന്നിരിക്കണം എന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റീസ് നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടേയിരിക്കണം. അതല്ലാത്തിടത്തോളം ഉറപ്പായിട്ടും അത് പതുക്കെ നമ്മുടെ ആ ഒരു ബ്രെയിനിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുകയും പതുക്കെ നമുക്ക് എന്തിനോടുള്ള പ്രതികരണം ഒന്നില്ലെങ്കിൽ ഒരു രീതിയിലും പ്രതികരിക്കാതിരിക്കുക, അല്ലെങ്കിൽ എക്സ്ട്രീമായിട്ടുള്ള പ്രതികരണശീലങ്ങൾ. അതിൽ നമ്മൾ ഈ ഒരു മീഡിയാസിനുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, നമ്മൾ കുട്ടികളെ ഇങ്ങനെയുള്ള ഒരു കാര്യം കാണുകയാണ്, ഒരു നെഗറ്റീവ് ഒരു ക്യാരക്ടർ അവിടെ ഒരു നായകനായിട്ട് വരികയാണ്. കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി അത് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു പ്രവണത തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ എന്തും ചെയ്യരുത് എന്ന് പറഞ്ഞു നോക്കും. നമുക്ക് ഇപ്പം നമ്മളാണെങ്കിൽ പോലും അങ്ങനെയല്ല, അവിടെ നോക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തിരിഞ്ഞു നോക്കിപ്പോവും. ഇത് മാനുഷികമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കുട്ടികൾ അത് കുറച്ചും കൂടി കൂടുതലായിട്ട് കാണാറുണ്ട്.
അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഒരു രീതിയിൽ ഇതൊന്നും കാണിക്കരുത്, അല്ലെങ്കിൽ ഒരിക്കലും കുട്ടികളെ ഫിലിമൊന്നും കാണിക്കരുത്, ഇതൊന്നല്ല പറയുന്നത്. ഇതിൻ്റെ ശരിയും തെറ്റും നമ്മൾ ചെറിയ രീതിയിലെങ്കിലും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. ഇതോടൊപ്പം തന്നെ വ്യായാമം കൃത്യമായിട്ട് ചെയ്യുന്നതോടൊപ്പം കുട്ടികൾക്ക് വിവേചന ശക്തി, എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ആ ഒരു പവർ അവർക്ക് ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ ഈ ഒരു സ്റ്റേജിലാണ് അവർ സഹായിക്കുന്നത്. അപ്പം അതിന് നമുക്ക് ഈ ഒരു വ്യായാമം ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ. അപ്പം നമ്മൾ എന്ത് വ്യായാമം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഉറപ്പായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും നമ്മൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മൈൽഡ് ഫോം ഓഫ് എക്സസൈസുകൾ നമുക്ക് അതിൽ ഏറ്റവും സിമ്പിളായിട്ട് ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ ഒരിക്കലും ശാരീരികമായിട്ട് നമുക്കൊന്നും മാറ്റങ്ങൾ വരുന്നില്ല, പക്ഷേ അത് മാനസികമായിട്ടുള്ള നിലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തുന്ന ഒരു കാര്യമാണ്. കുട്ടികളുടെ കോൺസെൻട്രേഷൻ, കുട്ടികൾ ഒരു കാര്യത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു, കാരണം ചില കുട്ടികൾക്ക് അമിതമായിട്ടുള്ള ദേഷ്യം കാണാറുണ്ട്. പിന്നെ ഇതിൽ ADHD പോലുള്ള കണ്ടീഷനുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ശ്രദ്ധക്കുറവ്, അമിതമായിട്ടുള്ള പിരിവിരിപ്പ്, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരിക. ചില കുട്ടികളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മൾ ചെറുപ്പത്തിൽ മുതൽ കുട്ടികൾ എന്തെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർ തല അടിച്ചുകൊണ്ട് ബിഹേവ് ചെയ്യാറുണ്ട്. അത് ADHDയുടെ ഒരു ലക്ഷണം തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ അങ്ങനെ ഒരു കുട്ടി ഒരിക്കലും സ്വയം ആരും മുറിവേൽപ്പിക്കില്ല. അപ്പം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രതിപ്രവർത്തനങ്ങൾ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നതുകൊണ്ടാവാം. അപ്പം അങ്ങനെ ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് കൺഫേം ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ശ്രദ്ധക്കുറവ് ഉണ്ടാവില്ല, അതായത് നല്ല രീതിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ടീച്ചർ ഒരു കാര്യം പറയുമ്പോൾ കുട്ടി വേറെ എവിടെയെങ്കിലും ആയിരിക്കും ശ്രദ്ധിക്കുന്നുണ്ടാവുക. അതുപോലെ പിരിവിരിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ക്ലാസ്സിലിരിക്കുമ്പോൾ മറ്റുള്ള കുട്ടികളെ വെറുതെ ഒന്നുമില്ലെങ്കിൽ തോണ്ടാൻ പോവുക, അല്ലെങ്കിൽ വെറുതെ ഒന്ന് പിച്ചുക, അവരെ പേനെടുത്തുകൊണ്ട് വെറുതെ അവരുടെ ഒരു ബിഹേവിയറിൽ ഉണ്ടാകുന്ന ഒരു ഡിഫറൻസ് ആണ്. ഇതൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത്, ചില കുട്ടികൾക്ക് ഇതൊന്നും ADHDയുടെ ഭാഗമായിരിക്കില്ല, പകരം ഹൈപ്പർ ആക്ടിവിറ്റീസ് കണ്ടീഷനായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോർമലാക്കി കുട്ടീനെ ഒന്ന് കാമാക്കുന്നതിനായിട്ട് ഈ രീതിയിലുള്ള എക്സസൈസുകളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ബ്രീത്തിങ് എക്സസൈസും ആസ് ഇമ്പോർട്ടൻ്റ് ആസ് ഫിസിക്കൽ എക്സസൈസ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം, നമുക്കൊരു ചിട്ട ഉണ്ടാവുകയാണ് ജീവിതത്തിൽ. നമ്മൾ കൃത്യസമയത്ത് എഴുന്നേൽക്കുന്നു, ഇന്ന സമയത്ത് ഒരു എക്സസൈസ് ചെയ്യുകയാണ്, അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി പഠനത്തിൽ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു ചിട്ട ഉണ്ടാക്കുന്നതിനൊക്കെ ആയിട്ട് പേഴ്സണൽ ബിഹേവിയറിൽ കൂടുതൽ നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുകയാണ്. ഇതൊക്കെ നമ്മൾ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചേർന്നതാണ് കുട്ടികളുടെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്കതിൽ ഓരോ ചെറിയ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം നമ്മളതിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ നമുക്കതെല്ലാം ഇപ്പം തന്നെ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കില്ല. ഒരു ഏജ് കഴിയുമ്പോഴായിരിക്കും നമുക്കതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അന്ന് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നമുക്കത് നല്ല രീതിയിൽ ഇതാക്കാമായിരുന്നു. നമ്മളൊരിക്കലും കുട്ടികളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ട ഒന്നല്ല, ഇത് നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാണ്. നമ്മളെല്ലാവരും രാവിലെ എണീറ്റാൽ ബ്രഷ് ചെയ്യും. അതെന്തുകൊണ്ടാണ്? നമുക്കതൊരു റൂട്ടീനാണ്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ ഉണ്ടാവുക എന്നുള്ളത്, കാരണം നമ്മുടെ വീട്ടിലെല്ലാവരും ചെയ്യുന്നുണ്ട്, അപ്പോൾ അതെന്തോ ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ള ഒരു തോന്നൽ കുട്ടികളുടെ മനസ്സിലുണ്ടായതുകൊണ്ടാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ എക്സസൈസും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയിട്ട് മാറ്റുക. അത് മുതിർന്ന ആളുകളാവട്ടെ കുട്ടികളാവട്ടെ, കുട്ടികൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അവരുടെ ഡെവലപ്മെൻറ്റ്, അവരുടെ ഫിസിക്കലാവട്ടെ മെൻ്റലാവട്ടെ സോഷ്യലാവട്ടെ, ഈ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് നമ്മളത് കൃത്യമായിട്ടുള്ള രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, നമ്മളെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാനുള്ള ഏറ്റവും വലിയൊരു സാധ്യത നമ്മൾ ഈ എക്സസൈസ് ചെയ്യാത്ത കുട്ടികൾക്കാണ് ഉണ്ടാകുന്നത്. ഡോക്ടർ, ഇപ്പോൾ കുട്ടികളിലെ വ്യായാമം എന്ന് പറയുന്നത് ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് അല്ലേ? കാരണം ആദ്യകാലത്തൊന്നും നമ്മൾ കുട്ടികളുടെ വ്യായാമത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ആവശ്യകത നമുക്കില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലെ ഇൻഫ്ലുവൻസ്, ഇതൊക്കെയാണ് കുട്ടികളിലെ വ്യായാമം ഇന്ന് ഒരു പ്രധാന കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ മാറുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു മൊബൈലിൻ്റെ ഉപയോഗം, അല്ലെങ്കിൽ കുട്ടികളിൽ അമിതമായിട്ടുള്ള സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, അതൊരു പരിധിവരെ കുറയ്ക്കേണ്ടതും അത്യാവശ്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഒരാളോടുള്ള ബിഹേവിയേഴ്സ്, നമ്മൾ മറ്റൊരാളെ റെസ്പെക്റ്റ് ചെയ്യേണ്ടത്, അങ്ങനെ പല പല കാര്യങ്ങളിലും ഇപ്പോൾ കുട്ടികളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇതിനൊക്കെ ഒരു പ്രധാന കാര്യം, നമ്മൾ ഈ ഒരു രീതിയിലുള്ള ഡിജിറ്റൽ യുഗത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾക്ക് അമിതമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞു. അതായത് മൊബൈൽ യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID ഇല്ല, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ID ഇല്ല എന്ന് പറയുന്നത് ഒരു കുറവായിട്ട് കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ഇതൊക്കെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയും കുട്ടികളുടെ നോർമൽ ആയിട്ടുള്ള ഒരു ബിഹേവിയറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു വളരെ മോശമായിട്ട് ഇത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് കുട്ടികൾ എന്ത് കാണണം കാണണ്ട എന്നുള്ളതെങ്കിലും നമ്മൾ തുടക്കം മുതലേ നോക്കുക.
സ്ക്രീൻ ടൈം വയ്ക്കുക, ഇത്ര സമയം നമുക്കിത് കാണാം. അത് എല്ലാവരും അതേ രീതിയിൽ ശീലിക്കും മാത്രമാണ്. ഇപ്പം ഞാൻ മൊബൈൽ നോക്കുകയാണ്, കുട്ടിയുടെ അടുത്ത് പറയാണ് മൊബൈൽ നോക്കരുത്, മൊബൈൽ നല്ലതല്ല എന്ന് പറയുമ്പോൾ കുട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് നമ്മളെ മാതാപിതാക്കളെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് അവരെ ബാധിക്കുന്നതാണ്. അപ്പോൾ അത് തുടക്കം മുതലേ അതിനൊരു കൃത്യമായിട്ടുള്ളൊരു തടയിടുക. അതോടൊപ്പം തന്നെ ഇതൊക്കെ മാറ്റുന്നതിന്, നമ്മുടെ കുട്ടികളെ മെൻറ്റാലിറ്റി മാറ്റുന്നത് നമ്മൾ ആദ്യം എന്താ വേണ്ടത്, അവരെ ഡൈവേർട്ട് ചെയ്യണം. ഡൈവേർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കൃത്യമായിട്ടുള്ള സമയങ്ങൾ, കൃത്യമായിട്ടുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്ന വ്യായാമ മുറകൾ. ഇത് ഒരു പരിധി വരെ അല്ല, നമുക്ക് നല്ല രീതിയിൽ തന്നെ അറൗണ്ട് ഒരു 99% നമ്മുടെ ഇപ്പോൾ ഉള്ള ഈ ഒരു പ്രശ്നങ്ങൾ. കാരണം കുട്ടിക്ക് ഈ മൊബൈൽ മാറ്റിയ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വീട്ടിൽ ചിലപ്പോൾ ആരും സംസാരിക്കാൻ ഉണ്ടാവില്ല, എല്ലാവരും വർക്കിംഗ് ആയിരിക്കും. മറ്റേത് കുട്ടികൾ ബോറടിക്കുക എന്ന് കുട്ടികളിൽ നിന്ന് ഒരിക്കലും നമ്മൾ കേൾക്കാറില്ല. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം കുട്ടികളിലും പല സമയങ്ങളിൽ ബോറടി മാറ്റാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന കുട്ടികളാണ്. കളിക്കാൻ പോവുക എന്നുള്ളൊരു ഓപ്ഷൻ അവരിൽ നിന്ന് മറന്നിരിക്കുന്നു എന്നുള്ളൊരവസ്ഥ. അതാണ് നമ്മൾ മിക്കവാറും മാതാപിതാക്കൾ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത്. കാരണം പുറത്തേക്ക് വിടാൻ അവർക്ക് പേടിയാണ്, പുറത്ത് പോയാൽ എന്തെങ്കിലും സംഭവിക്കുമോ. അപ്പോൾ അതല്ല നമുക്ക് വേണ്ടത്. ഇപ്പോൾ എക്സസൈസ് തന്നെ നമ്മൾ കുട്ടിയെടുത്ത് പറയണം, ഇന്ന സമയത്ത് എക്സസൈസ് ചെയ്യുമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചെയ്യാൻ മടിയാണ്. നേരെ മറിച്ച് ഒരു ഗ്രൂപ്പായിട്ടുള്ളൊരു എക്സസൈസ് ആണെങ്കിലോ, കാരണം അവരുടെ അതേ സമപ്രായക്കാരായുള്ള കുട്ടികളായി ചേർന്ന് നടത്തുന്ന എക്സസൈസുകൾ കുറച്ചും കൂടി അവർക്ക് ആക്റ്റീവായിരിക്കും. അവരത് കുറച്ചും കൂടി നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഈവൻ നമ്മുടെ ഒരുപാട് നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്, ഈ ഹൗസിങ് കോളനീസിലായാൽ പോലും ആ ഒരു രീതിയിലുള്ള ഉദ്യമങ്ങളാണ് മുന്നോട്ട് വരേണ്ടത്. കുട്ടികളെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുക. ഇതുകൊണ്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ, കൃത്യമായിട്ടുള്ള അവയർനെസ് ക്ലാസ്സുകൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ നമുക്കിത് പറയേണ്ട വരാത്ത സാഹചര്യം എന്ന് പറയുന്നത് കുട്ടി വീട്ടിലിരിക്കാത്തതാണ് പ്രശ്നം ഉണ്ടായിരുന്നത്. ഇപ്പോൾ കൂടുതലായിട്ട് ഇരിക്കുന്നതാണ് പ്രശ്നം. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി അതിന് പ്രാധാന്യം കുട്ടികളിലേക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അതിനുള്ള ഒരു അവയർനെസ് കൊടുക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യം. ഓക്കെ ഡോക്ടർ, നമ്മുടെ സമയം ഇവിടെ കഴിയാണ്. കുട്ടികളാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടികളെ കൃത്യമായിട്ടുള്ള നല്ല വഴികളിലൂടെ നയിക്കുക എന്നുള്ളത് പേരൻസിൻ്റെ ആയാലും അല്ലെങ്കിൽ മുതിർന്നവരുടെ ആയാലും ഒരു ലക്ഷ്യം തന്നെയാണ്. അതിന് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാവുന്ന നല്ല ശീലങ്ങളിലൊന്നാണ് നല്ല വ്യായാമം. വ്യായാമം കുട്ടികളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ വലിയ രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്കൂളുകളടക്കം സൂംബ പോലുള്ള വ്യായാമങ്ങൾ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇടപെടലുകൾ നടത്തുന്നതും അത് പ്രാക്ടിക്കലാക്കുന്നതും. അപ്പോൾ പേരൻസും കൂടി ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തുക. ആരോഗ്യരംഗത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത അധ്യായത്തിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.